ഹായ് ഓൾ. ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ എന്നീ പറയുന്ന തസ്തികകൾ. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ, അതായത് അധ്യാപന മേഖലയിൽ തന്നെ ഒരു ടെക്നിക്കൽ മേഖലയിൽ ഉദ്യോഗാർത്ഥിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് മറ്റേതെങ്കിലും ജോലിയെക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജോലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനോടകം തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ എക്സാമിനേഷൻ നടക്കുകയും ചെയ്ത് പുതിയ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ്റെ ടൈം ആയിരിക്കുകയാണ്. അതായത് കേരള PSC വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കെ തന്നെ പുതിയ എക്സാമിനേഷൻ നടത്തി ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം എന്ന തീയതി തീരുന്നതിന് പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് കൊടുക്കുന്നതാണ് പ്രവണത. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങണം. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന്റെ നിലവിലെ നിയമന സാധ്യതകൾ എത്രത്തോളമുണ്ട്, ഇനി വരുന്ന നോട്ടിഫിക്കേഷനിൽ എത്രത്തോളമാണ് നിയമന സാധ്യതകൾ, ഇത് രണ്ടും നമ്മൾ അറിയണം. അപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങൾ നടന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി വരുന്ന നിയമനങ്ങളും എന്നുള്ളത് ഏറെക്കുറെ റിയാലിറ്റിയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് വിലയിരുത്താൻ പോവുകയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. 2022 നോട്ടിഫിക്കേഷൻ വന്നത്, അത് പ്രകാരം എക്സാമിനേഷൻ നടന്നു. ഈ ഒരു എക്സാമിനേഷന്റെ പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബിടെക്കുകാർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ട് ബിടെക്കും എംടെക്കും ഒക്കെ ഉള്ളവർ പൊതുവെ അപേക്ഷിക്കാറുണ്ട്. അധ്യാപന മേഖല ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പോസ്റ്റുമാണ്. ഇനി ഇതിന്റെ സാലറി സ്കെയിൽ വളരെ അത്യാകർഷകമായ സാലറിയാണ്. 41,300 മുതൽ 87,000 രൂപ സാലറി പറയുന്ന ഒരു പോസ്റ്റാണ്. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് തുടക്കത്തിൽ തന്നെ 45,000-അടുത്ത് സാലറി ഇൻ ഹാൻഡ് കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ളൊരു തസ്തികയുടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36 നിലവിൽ അത് മാറിയിട്ട് 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് കഴിഞ്ഞ തവണ ഒരു പക്ഷേ ഏജ് ഓവർ ആയി അല്ലെങ്കിൽ ഏജ് ഓവറിനോട് അടുത്ത് നിൽക്കുന്നവർക്കും ഇത്തവണ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി കേരള PSC തരുന്നുണ്ട്. ഇനി ഇതിന് ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ എക്സാമിനേഷന്റെ DOE നിലവിൽ വന്നത് 15/4/2024 ആയിരുന്നു. അന്ന് ഈ നടന്ന എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് കേവലം 53.67 മാർക്കായിരുന്നു. അതായത് 50% ജസ്റ്റ് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു മാർക്ക് ഉള്ളവർക്ക് ഇതിൽ നിയമനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അത് നമ്മളിവിടെ പറയാൻ പോവുകയാണ്. അന്ന് ടോട്ടൽ അഡ്വൈസ് വന്നത് 77 എണ്ണമായിരുന്നു. അന്ന് കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 78 പേരായിരുന്നു. അതായത് ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് ക്രോസ് ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്കിനേക്കാളും 1-2 മാർക്ക് കൂടിയവർക്ക് പോലും എന്ത് പറ്റി, നിയമനം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ എടുക്കണം. ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. അപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവരെ കൂടി എടുത്തുകൊണ്ടായിരിക്കും ഈ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, തീരാൻ പോകുന്നത്. ഇതിന്റെ പ്രസക്തി എന്താണ്? ഇതിന്റെ പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റിൽ ഇതിന് ആനുപാതികമായിട്ടുള്ള നിയമനങ്ങൾ, അതായത് റിട്ടയർമെന്റ് എല്ലാ വർഷവും ഉണ്ടാവും. അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ 3 വർഷത്തെ റിട്ടയർമെന്റിനെ കൃത്യമായിട്ട് ബാധിക്കും. അതിനൊപ്പം തന്നെ ഈ റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് തൊട്ട് മുമ്പുള്ള, അതായത് ഇതിൽ നിന്ന് മുഴുവൻ ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഇനി വരുന്ന റിട്ടയർമെന്റ് നമുക്കറിയാമല്ലോ. അതായത് ഈ മൊത്തം മെയിൻ ലിസ്റ്റിൽ 78 പേരേ ഉള്ളൂ. ഒരാളെ കൂടി എടുത്താൽ മെയിൻ ലിസ്റ്റ് തീർന്നു, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എടുക്കുന്നു. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ റിട്ടയർമെന്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ആ റിട്ടയർമെന്റ് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലെ റാങ്ക് ലിസ്റ്റ് മുഴുവൻ തീരുകയും അതിലേക്ക് പുതിയ റിട്ടയർമെന്റ് വരുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇനി വരുന്ന എക്സാമിനേഷനിൽ ഇതിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടക്കാനാണ് സാധ്യത. അതായത് ഇവിടെ നമ്മൾ ഏതാണ്ട് 78 എന്ന് പറയുന്ന ഒരു മാജിക്കൽ നമ്പറാണ് കണ്ടതെങ്കിൽ, മെയിൻ ലിസ്റ്റിൽ 78 പേര് എന്നൊരു മാജിക്കൽ നമ്പറാണ് കണ്ടതെങ്കിൽ ഇനി വരുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ കേവലം ഈ ഒരു നമ്പർ ആയിരിക്കത്തില്ല, ഇതിൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കേണ്ടി വരും. അത് ഈ ഒരു പ്രവണതയിൽ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രത്യാശ നൽകുന്ന ഒരു അസസ്മെന്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. അപ്പോൾ 2 കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഈ ഒരു എക്സാമിനേഷനുള്ള നോട്ടിഫിക്കേഷൻ കേരള PSC ഉടൻ തന്നെ ഇടാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ എന്ത് ചെയ്യും, ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു വേഗതയിൽ തന്നെ ചിലപ്പോൾ എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വിളിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് റെഡിയായിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, എക്സാമിനേഷന് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതൊരു ടെക്നിക്കൽ PSC എക്സാമിനേഷൻ ആണ്. നമുക്കറിയാം പൊതുവെ രാവിലെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരള PSCക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് ഒരു സ്ലോട്ട് കണ്ടെത്തി എക്സാമിനേഷൻ നടത്താനൊന്നും അമിതമായ ടൈമൊന്നും വേണ്ട. ഇപ്പോൾ പൊതുവെ കേരള PSC എക്സാമുകളൊക്കെ വളരെ വേഗത്തിലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് ചിലപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ നടത്തുകയും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തു കളയും. അതുകൊണ്ട് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ കൃത്യമായി ട്രാക്കിൽ കൊണ്ടുപോകുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു കോഴ്സിന് ഇപ്പോൾ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. നമുക്കറിയാം നമ്മൾ ഏത് പരീക്ഷകളെയും എപ്പോൾ വേണമെങ്കിലും ഫേസ് ചെയ്യാം എന്ന രീതിയിലേക്ക്
നമുക്ക് തയ്യാറെടുത്ത് മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.